ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നിങ്ങൾക്കൊരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്തുമ്പോൾ തന്നെ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിട്ടിയ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അതേപടി പകർത്താനാട്ടോ നോക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ വീടും ഉള്ളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് നേരെ കാണാൻ പറ്റുന്ന നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ എന്തായാലും ഈ സമയം നൈറ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രൈവസി ആട്ടോ, ഒരു കുഴപ്പമില്ല. കാരണം നമ്മളിപ്പം നിങ്ങൾക്ക് പാൻ ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അവിടെ ചുറ്റിനൊന്നും അടുത്ത് ഒരു വെളിച്ചം പോലും ഇല്ല. അപ്പോൾ അടുത്ത് വീടും അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ്. കുറച്ചും കൂടി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ളോട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല പ്രൈവസി വേണ്ടവർക്കൊക്കെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അതിന് പുറമെയാണ് ഈ സ്വിമ്മിംഗ് പൂള്. പിന്നെ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഫുള്ള് സ്വിമ്മിംഗ് പൂളിലായിരുന്നു. കാരണം ഫുള്ള് വെള്ളത്തിൽ ഏപ്രിലെ കാലാവസ്ഥയിൽ തന്നെ നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കേട്ടോ, ഞാൻ മാത്രമല്ല എല്ലാവരും വെള്ളത്തിൽ തന്നെയാണ്. വെള്ളം മീൻസ് മറ്റേ വെള്ളമല്ല കേട്ടോ, സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിലെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ തെറ്റിയിരിക്കണ്ട. പിന്നെ അത് ചെയ്യുന്നവർക്കും ചെയ്യട്ടോ, നല്ലൊരു സ്പോട്ടാണ്. കാരണം ഒരു പുറമേ നിന്നുള്ളൊരു അലമ്പോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രൈവസി കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണത്. വെങ്ങപ്പള്ളി ഭാഗത്തുള്ള കെയർ ഹോം സ്റ്റേ ആണിത്. ചൂര്യാടാണ് കറക്റ്റ് സ്ഥലം വരുന്നത്. പക്ഷേ ചൂര്യാട് എന്ന് പറയുമ്പോൾ അധികം ആളുകൾക്ക് അറിയില്ല. വെങ്ങപ്പള്ളിയാണ് സ്പോട്ട് പറയുന്നത്. കൽപ്പറ്റയിൽ നിന്നാണ് പോകുന്നത്. ഉണ്ടെങ്കിൽ നമ്മൾ പുറമെ കാണുമ്പോൾ തന്നെ കണ്ടില്ല, ഈ ഒരു പാറയും കാര്യങ്ങളൊക്കെ അതേപടി നിലനിർത്തിയിട്ടാണ് അവർ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ അടുത്തൊന്നും വീടില്ലാന്ന്. അപ്പോൾ അത് തന്നെ കുറേ ഫാമിലിയായിട്ട് പോകുന്നവർക്കും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള പോകുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നൊരു സ്പോട്ട് തന്നെയാണ് കാര്യം. ഇവിടുത്തെ 2 പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതായത് ഞങ്ങൾ ഒന്നിലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഞങ്ങളൊരു 12 പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടുത്തെ വിഷ്വലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓണായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം, സാധനങ്ങൾ കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതിന് ഗ്യാസും മറ്റുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. പിന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം, പുറത്ത് പോയി കഴിക്കാം, അങ്ങനെയൊക്കെയാണ്. ഫുഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ശരിക്കും അത് ചെയ്യേണ്ടത്. കാരണം ഒന്നില്ലെങ്കിൽ വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വരുത്തിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ ഹോം സ്റ്റേയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ വയനാട് വരുന്ന ആളുകൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക ഈ ഹോം സ്റ്റേ ഒക്കെ. നിഖിൽ ചേട്ടനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിഖിൽ ചേട്ടൻ്റെ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ ഡീറ്റെയിൽസായിട്ട് പറഞ്ഞു തരും. പിന്നെ അതിൻ്റെ ഗൂഗിൾ മാപ്പ്, റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് അയച്ചു തരും നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഒരു പാറ ഫ്രണ്ടിൽ നല്ലൊരു കാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പകൽ കാണുന്നതിനേക്കാളും നൈറ്റിലിരിക്കുമ്പോഴാണ് നല്ല ഭംഗി. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഉണ്ടല്ലേ, പാറ അതേപടി നിലനിർത്തിയിരിക്കുക ചെയ്യുന്നത്. അതിങ്ങനെ ചെറിയൊരു ഭാഗം, അതായത് ചെറിയ പോർഷൻ മാത്രം ഇതാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സാധാരണ പാറ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊട്ടിക്കുകയാണ് പതിവ്, കല്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ നീറ്റാട്ടോ, നല്ല വൃത്തിയുള്ള ഭംഗിയായിട്ടൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമത്. നമ്മൾ റൂമിൻ്റെ ഉള്ളിലെത്തി. ഇപ്പം ഞാൻ നൈറ്റാണ് വന്നത്. അപ്പോൾ നൈറ്റ് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പകലെടുക്കുകയാണ് ഈ ഒരു വിഷ്വലിന് വേണ്ടിയിട്ട്. പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ വക വെക്കണ്ട. കാരണം നമ്മൾ എല്ലാവരും ഓരോരോ റൂമിലേക്ക് കയറി ബുക്ക് ചെയ്ത മാതിരിയല്ലേ കയറുന്നത്. ബുക്ക് മീൻസ് അതായത് ഈ റൂം എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് കയറി. അപ്പോൾ എല്ലാവരും സാധനങ്ങൾ അതേപടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക, ഒഴിവാക്കിയിട്ട് നോക്കുക നിങ്ങൾ. നല്ലൊരു വൃത്തിയും വെടിപ്പുള്ള ഒരു ഇതന്നെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 3 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്, കിച്ചണ്. നിങ്ങൾ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞിങ്ങനെ വിശദീകരിക്കണ്ടല്ലോ. പക്ഷെ ഇവിടെ രാവിലെ നല്ല ചൂടാട്ടോ, ക്ലൈമറ്റ് നല്ല ചൂടാണ്. പക്ഷെ എന്നിരുന്നാലും റൂമിൻ്റെ ഉള്ളിലൊക്കെ അധികം ചൂടും കാര്യങ്ങളും. ഒന്നാമത് ആ ഒരു ഏരിയ കേട്ടോ ഫുള്ള് ഒരു കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് ആ ഒരു പ്രകൃതിയുടെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മരങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ഒരു തണുപ്പ് തന്നെ ഇവിടെ ഉണ്ട്. അടുക്കള കണ്ടില്ലേ, 2 പാർട്ടായിട്ടാണുള്ളത്. ഒരു 10-15 പേര് വരികയാണെങ്കിൽ തന്നെ അഡീഷണൽ ആയിട്ട് അവർ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും.
അങ്ങനെയുള്ള സൗകര്യം. പിന്നെ അതുപോലെ തന്നെ ഫ്രീസറും കാര്യങ്ങളുണ്ട്. നമുക്ക് ഐസ്ക്രീം വെക്കാനോ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഫ്രീസറും കാര്യങ്ങളൊക്കെ 2 ഫ്രീസറാട്ടോ ഉള്ളത് അവിടെ. 2 ഫ്രീസർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സൗകര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കോഴിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്യാനും വല്ല മന്തിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ, അൽഫമോ അങ്ങനെയൊക്കെ ചുടാനോ അങ്ങനെയൊക്കെയുള്ള സൗകര്യം. പിന്നെ ക്യാരം ബോർഡ് കളിക്കാൻ്റെ മുകളിൽ ക്യാരംസൊക്കെ കളിക്കാനുള്ള കാര്യം. പിന്നെ കസേരയൊക്കെ ഇട്ടിട്ട് നമുക്ക് സിറ്റ് ഔട്ടിൽ മുകളിൽ കേട്ടോ ഇരിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കിട്ടുന്നൊരു അടിപൊളി, അതായത് ഞാൻ പോയിട്ടുള്ളതിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ പോയിട്ടുള്ളതിൽ ഒരു അടിപൊളി കേട്ടോ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണല്ലേ ചുറ്റിലും ഒന്നുമില്ല ശരിക്കും പറഞ്ഞിട്ട്. ഞാൻ ഫസ്റ്റേ പറഞ്ഞിട്ടുള്ളത്